നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവില് എൽസമ്മയുടെ ചേച്ചി റീത്തമ്മ വന്നു. കുറെ പ്രശ്നം ഉണ്ടാക്കുവാണ് സ്റ്റാൻലിയോട്. അലീനെ അവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്ന കാര്യം അവർ അറിഞ്ഞിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അങ്ങനെ വന്ന് സ്റ്റാൻലിയോട് തട്ടിക്കയറുവാണ്. എന്തറിഞ്ഞിട്ടാ സ്റ്റാൻലി ഏതോ ഒരുത്തി ഇവിടെ കൊണ്ട് കയറ്റി വെച്ചിരിക്കുന്നത്? സ്റ്റാൻലി പറഞ്ഞു, ഏതോ ഒരുത്തിയൊന്നുമല്ല, അതെന്റെ മകളാണ്. അപ്പൊ ഇനി പറ, എൽസമ്മയും മക്കളും എന്ത് ചെയ്യണം? അല്ല, അവൾക്ക് എന്നോടൊപ്പം താമസിക്കാൻ താല്പര്യമില്ലെങ്കിൽ അവൾ ഡിവോഴ്സ് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. ഓഹോ, അപ്പൊ അതാണ് സ്റ്റാൻലിയുടെ താല്പര്യമില്ലേ? സ്വന്തം മക്കളെ ഭാര്യ എല്ലാം ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരുത്തി ഇവിടെ പിടിച്ച് കയറ്റി വെച്ചിരിക്കുമല്ലേ? സ്റ്റാൻലി പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ, അവർക്ക് വേണ്ടതൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ജീവിതത്തിലേക്ക് ഇനി കൈ കടത്താനായിട്ട്. ഓ, അപ്പൊ സ്റ്റാൻലിയുടെ മക്കളെ പോലും സ്റ്റാൻലിക്ക് വേണ്ട. റീത്തമ്മ അങ്ങനെ വിടാനായിട്ട് ഭാവം ഉണ്ടായിരുന്നില്ല. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞങ്ങൾക്കാർക്കും പുറത്തിറങ്ങി നടക്കണ്ടേ? എൽസമ്മയ്ക്കും മക്കൾക്കും പുറത്തിറങ്ങി നടക്കണ്ടേ? ഓരോരുത്തരും അവരോടൊക്കെ ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ എന്ത് മറുപടി പറയണം? അതും കൂടെ സ്റ്റാൻലി ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. അതെ, ഇപ്പൊ തൽക്കാലത്തേക്ക് നിങ്ങൾ മറുപടി ഒന്നും പറയാൻ പോണ്ട. അല്ല, സ്റ്റാൻലിക്ക് കുടുംബത്തിൽ ജനിച്ച മക്കളുണ്ടല്ലോ, പിന്നെ എന്തിനാ ഈ വേണ്ടാത്ത വയ്യാവലിയൊക്കെ എടുത്ത് തലയെ വെക്കുന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വായി വന്ന ചീത്തല്ല റീത്താമ്മ പറയണം. അപ്പോഴേക്ക് സ്റ്റാൻലി പറഞ്ഞു, അതെ, ഞാൻ ആദ്യമേ തന്നെ നിങ്ങളോടൊരു കാര്യം പറഞ്ഞു. ഇനി അതിനെക്കുറിച്ച് കൂടുതലായിട്ട് എനിക്ക് വിസ്തീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. റീത്താമ്മ പറഞ്ഞു, ഇതങ്ങനെ വെറുതെ വിടുമെന്ന് കരുതിയോ? പുളിക്ക് തറവാട്ടുകാർ വെറുതെ ഒന്നുമല്ല. അതെ, 3-4 ആങ്ങളമാരുണ്ട് ഞങ്ങൾക്ക്. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞു. സ്റ്റാൻലി പറഞ്ഞു, അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യുക, പോയി കൊണ്ടുപോവാ, എല്ലാത്തിനെയും കൂടെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. റീത്താമ്മ പറഞ്ഞു, കൊണ്ടുവരിക തന്നെ ചെയ്യും. അവളെ ഇവിടുന്ന് ഓടിക്കാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. അപ്പോഴേക്ക് സ്റ്റാൻലി പറഞ്ഞു, നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തോളാൻ പറഞ്ഞു. ആയിക്കോട്ടെ, ഞങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ നോക്കാം. അതെ, വെറുതെ ഇവിടെ കൊന്ന് വാചകം അടിക്കാതെ പോവുകയാണെ പോകാൻ നോക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞെന്നിരിക്കും. അതെ, അങ്ങനെ അങ്ങോട്ട് തോറ്റോടാൻ ഉദ്ദേശിച്ചിട്ടില്ല. എൻ്റെ അനുജത്തിക്ക് നല്ലൊരു ജീവിതം കിട്ടുമെന്ന് ഓർത്താ സ്റ്റാൻലിയോടൊപ്പം അവളെ കെട്ടിച്ചുവിട്ടെ. പക്ഷെ അവൾക്ക് കിട്ടിയ ജീവിതം നിങ്ങളെ പോലുള്ള ഒരുത്തനെ. ദേ റീത്താമ്മേ, ഇനി ഇവിടെ നിന്ന് ഒരക്ഷരം പോലും സംസാരിക്കരുത്. സംസാരിച്ചാൽ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യം വന്നു. അങ്ങനെ ഒടുവിൽ ദേഷ്യപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേനും റീത്താമ്മ തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു, അതെ, അങ്ങനെ പേടിപ്പിച്ച് ഓടിക്കാനൊന്നും നോക്കൊന്നും വേണ്ട. അങ്ങനെ ഓടിപ്പോന്നോളൊന്നും അല്ല ഞാൻ. പിന്നീട് സ്റ്റാൻലിയുടെ മോളുടെ കയ്യിലേക്ക് അങ്ങോട്ട് പിടിക്കണം. ഇങ്ങോട്ട് വായെന്നും പറഞ്ഞിട്ട് കയ്യിലേക്ക് അങ്ങോട്ട് പിടിച്ചു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി ചെല്ലുവാണ്. അപ്പോഴേക്കും ആൻ്റപ്പൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു. ആൻ്റപ്പനോട് ചോദിച്ചു, എന്തിയേ അവളെവിടെ, അവളുടെ ആ മുറി എവിടെയാന്ന് ചോദിച്ചു. മുറി കാണിച്ചു കൊടുക്കണം. അവളെ ഒന്ന് കണ്ടിട്ട് തന്നെ കാര്യം. അതും പറഞ്ഞുകൊണ്ട് റീത്താമ്മ നേരെ അലീനയുടെ മുറിയുടെ അങ്ങോട്ടേക്കാണ് ചെല്ലുന്നത്, അലീനയെ കാണാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് അലീന കുളി കഴിഞ്ഞ് മുറിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോഴാണ് കഥയെ മുട്ടുന്ന ശബ്ദം കേട്ട് അലീന പോയി കഥ തുറന്നു. നോക്കിക്കഴിഞ്ഞപ്പോൾ പരിചയമില്ലാത്ത 2 പേര് നിൽക്കുന്നു. ആ പെൺകുച്ചിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അലീനയ്ക്ക് തോന്നി എന്തോ ഒരു രൂപസാദൃശ്യം, തൻ്റെ പോലെ രൂപസാദൃശ്യം ഉള്ള പോലെ അലീനയ്ക്ക് തോന്നുവാണ്. ടെൽസയെ കണ്ടു കഴിഞ്ഞപ്പോൾ അലീന ഒന്ന് നോക്കി. മൊത്തത്തിൽ ആകെപ്പാടെ എന്തോ ഒരിത്. ആ പെങ്കൊച്ചിനെ കണ്ടു കഴിഞ്ഞപ്പോൾ സാധാരണ നോർമൽ കുട്ടികളെ പോലെയല്ല. അലീനയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഒരു ചിരിയൊക്കെ ചിരിച്ചുകൊണ്ട് അലീനയുടെ അടുത്തേക്ക് ഓടി വന്ന് ആ ചേച്ചിയെന്നും പറഞ്ഞുകൊണ്ട് അലീനയ്ക്ക് സന്തോഷമായി. പെട്ടെന്ന് റീത്താമ്മ വിളിച്ചു. ടെൽസെന്നും പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞപ്പോൾ ടെൽസയും കൂടി ഇവിടേക്ക് വരാൻ പറഞ്ഞു. അത് പാവ അനുസരണമുള്ള പോലെ ആ പുള്ളിക്കാരത്തിനടുത്തേക്ക് ചെന്ന് നിൽക്കുവാണ്. ആ സമയത്ത് അലീന ചോദിച്ചു, ആരാ എന്താന്നൊക്കെ ചോദിച്ചു. ആരാന്ന് നിനക്ക് അധികം വൈകാതെ മനസ്സിലാവും. സ്റ്റാൻലിയുടെ സ്വത്ത് മോച്ച് വന്നാ നീയല്ലേ? നീ ഇവിടെ അധിക ദിവസമൊന്നും നിൽക്കലടി. ഒരു 90 ദിവസം പോലെ നീ ഇവിടെ തേക്കില്ല. അതിനു മുമ്പ് നിന്നെ പായിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അതും പറഞ്ഞിട്ട് വിളിച്ചിട്ട് റീത്താമ്മ വാ മോളെന്ന് പറഞ്ഞ് ടെൽസയുടെ കയ്യിലേക്ക് അങ്ങോട്ട് മുറുക്കെ പിടിച്ച് വലിച്ചുകൊണ്ട് അങ്ങോട്ട് പോകുമ്പോഴത്തേനും ടെൽസ് പറഞ്ഞു, എൻ്റെ കയ്യെന്ന് വിട്, എനിക്ക് കൈ വേദനിക്കുന്നൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അതൊന്നും കൂട്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അവർ. ദേഷ്യത്തോട് കൂടിയിട്ടാണ് കയ്യെ പിടിച്ച വലിച്ചോണ്ട് അങ്ങോട്ട് പോകുന്നത്. അലീനയ്ക്ക് അമ്പരപ്പായി. അലീനയ്ക്കൊന്നും മനസ്സിലായില്ല. ഇതെന്താ ഏതാ എങ്ങനെയാണെന്ന് മനസ്സിലായതുണ്ടായിരുന്നില്ല. പിന്നീട് അലീന സിറ്റ് ഔട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും റീത്താമ്മ കാറിലേക്ക് കയറി. അങ്ങനെ റീത്താമ്മ കയറിയപ്പോഴത്തേനും ആ പെൺകുട്ടിയും കൂടെ കയറി. അങ്ങനെ 2 പേരും കൂടെ അങ്ങോട്ട് പോകുമ്പോഴത്തേനും അലീന നോക്കിയിരുന്നു. പിന്നീട് നേരെ ആൻ്റപ്പൻ്റെ അടുത്ത് നിന്നിട്ട് ചോദിച്ചു, ആൻ്റപ്പ ചേട്ടാ അത് ആരാ വന്നേന്ന് ചോദിച്ചു. അതാണ് റീത്താമ്മ. റീത്താമ്മയോ? അതാരാ? പപ്പായുടെ ഭാര്യയാണെന്ന് ചോദിച്ചു. അല്ല, എൽസമ്മ കൊച്ചമ്മയുടെ അനുജത്തിയാ, അല്ല ചേച്ചിയാന്ന് പറഞ്ഞു. ചേച്ചിയോ? അതെ, ചേച്ചിയാന്ന് പറഞ്ഞു. അപ്പം ആ മോളോ? അത് കേണൽ സാബിൻ്റെ മോളാന്ന് പറഞ്ഞു. ടെൽസ ഒരു നിമിഷം ഒന്ന് അമ്പരന്ന് പോയി. അപ്പോഴേക്കും അലീന പറഞ്ഞു, ശരിക്കും ഒന്ന് സംസാരിക്കാനോ കാണാനോ പറ്റിയില്ല. നന്നായി എന്ന് പറഞ്ഞു. അതെന്താ? ഈ റീത്താമ്മ എന്ന് പറഞ്ഞ ആള് അത്ര നല്ല ഇതൊന്നും അല്ല എന്ന് പറഞ്ഞു. അല്ല, സാധാരണഗതിയിൽ എന്തിനാ വൈഫിൻ്റെ ചേച്ചി വരുന്നേ? വൈഫല്ലേ വരണ്ടേന്ന് ചോദിച്ചു.
ഇവിടെ ഇതൊക്കെയാന്ന് പറഞ്ഞു. അല്ല അതെന്താ അങ്ങനെ? അയ്യോ എന്നോടൊന്നും ചോദിക്കരുത് എൻ്റെ കൊച്ചേ. വലിയ പ്രശ്നവും എന്തേലും സംശയമുണ്ട് കേണൽ സാബിനോട് തന്നെ നേരിട്ട് ചോദിച്ചു. അതെന്താ എൻ്റെ ചേട്ടാ അങ്ങനെ പറഞ്ഞേ? അതങ്ങനെയാ. ഇനി ഞാൻ എന്തേലും കൊച്ചിനോട് പറഞ്ഞിട്ട് വേണം അത് അടുത്ത പ്രശ്നം ഉണ്ടാവാനായിട്ട്. അല്ലെങ്കിൽ തന്നെ ആ പൗലോസിൻ്റെ പ്രശ്നത്തിൽ കൊച്ചായതുകൊണ്ടാ. കൊച്ചിൻ്റെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും ഇങ്ങനെയൊന്നും ആയിരിക്കില്ല കേണൽ സാബ് പ്രതികരിക്കുന്നത്. അല്ല ഞാൻ പപ്പയുടെ മോളല്ലേ അതുകൊണ്ടാന്ന് പറഞ്ഞു. പിന്നെ മോളെന്നോ ഭാര്യയെന്നൊന്നും കേണൽ സാബിനില്ല. കേണൽ സാബിന്റെ സ്വഭാവം ശരിക്കും കൊച്ചിന് അറിയത്തില്ലാത്തതുകൊണ്ടാ. വെട്ടെന്നും മുറിരണ്ടെന്നൊരു സ്വഭാവമാണ്. ആരും കയറി ഭരിക്കാൻ ചെല്ലുന്നൊന്നും ഇഷ്ടമില്ല. അനുസരിപ്പിക്കാൻ ശ്രമിക്കുന്നൊന്നും ഇഷ്ടമുള്ള കാര്യമല്ല. എടുത്തടിച്ച് പറയുകയും ചെയ്യും. മുഖം നോക്കില്ല. അതിപ്പോൾ അച്ഛനാണെങ്കിലും ശരി, അമ്മയാണെങ്കിലും ശരി, മക്കളാണെങ്കിലും ശരി, അങ്ങനെ ഒരു സ്വഭാവമാണ് കേണൽ സാബിൻ്റെ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആൻ്റപ്പൻ ഒരു നിമിഷം ആലോചിച്ചിട്ട് ചോദിച്ചു, അല്ല ഞാനൊരു കാര്യം ചോദിച്ചിട്ടാ കുഞ്ഞെ, സാബിൻ്റെ മോളാന്ന് പറഞ്ഞല്ലോ, അതേത് വകയിലാന്ന് ചോദിച്ചു. അതെ കേണൽ സാബിനോട് തന്നെ ചോദിച്ചാൽ മതി എന്ന് അലീനയും പറഞ്ഞു. അലീനയും വിട്ടുകൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. ആൻ്റപ്പൻ അവളെ സൂക്ഷ്മതയോടെ ഒന്ന് നോക്കി, എന്നിട്ട് ഒന്നും മിണ്ടാതെ അങ്ങോട്ട് കയറിപ്പോയി. അലീന ഇങ്ങനെ ആലോചിച്ചു. അപ്പം തന്നെ തുരത്താനായിട്ടുള്ള ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒരു പക്ഷേ തൻ്റെ പപ്പയുടെ ഭാര്യയായിരിക്കും വരാനായിട്ട് പോകുന്നത്. ഒരു കണക്കിന് പറഞ്ഞാൽ തൻ്റെ രണ്ടാനമ്മ അവരായിരിക്കും വരുന്നത്. എപ്പോഴാണ് വരുന്നതെന്ന് അറിയത്തില്ല. എപ്പം വേളിലും വരാം. അപ്പം താൻ തയ്യാറായിട്ടിരിക്കണം. ഒരു പക്ഷെ തന്നെ ഇവിടുന്ന് പിടിച്ചിറക്കി വിടാനാണോ വരുന്നതെന്നും പറയാൻ പറ്റില്ല. അവരുടെയൊക്കെ വിചാരം താൻ അവരുടെയൊക്കെ സ്വത്തുക്കളെ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. ആ ഒരു ചിന്തയായിരുന്നു മനസ്സിൽ. പിന്നീട് റീത്തമ്മ വീട്ടിലേക്ക് എന്ന് വിളിച്ചു പറഞ്ഞതനുസരിച്ച് സഹോദരന്മാരെല്ലാവരും കൂടെ വീട്ടിലേക്ക് വരുവാണ്. അപ്പോൾ പുളിക്ക തറവാടെന്ന് പറഞ്ഞാൽ വലിയൊരു തറവാടാണ്. 3-4 ആണുങ്ങളും 2-3 പെണ്ണുങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു വലിയ തറവാടാണ്. അപ്പം അവിടേക്ക് അവരെല്ലാവരും കൂടെ വരുവാണ്. അങ്ങനെ അവരെല്ലാവരും കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും റീത്തമ്മ താൻ പോയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയണം. എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അവിടെ ചെന്നത് മുതലുള്ള കാര്യങ്ങളൊക്കെ ഇത്തിരി പൊടിപ്പും തേങ്ങലും വെച്ച് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ സഹോദരന്മാർക്ക് സഹിച്ചില്ല. കാരണം സ്വന്തം സഹോദരിയുടെ ജീവിതം എടുത്തിട്ടാണ് അയാൾ കളിക്കുന്നതെന്നൊരു ചിന്ത. അവൻ എന്ത് തെമ്മാടിത്തരാ കാണിച്ചേ. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. എന്താണെങ്കിലും അവനിട്ട് പണി കൊടുക്കണം. ചോദിച്ചിട്ട് തന്നെ കാര്യം. റീത്താമ്മ പറഞ്ഞു, അതെ പുളിക്കത്തറവാടുകാർ വെറുതെ ഉള്ളവരല്ലെന്ന് കാണിച്ചു കൊടുക്കണ്ടേ അയാളെ. അയാളുടെ ഒരു അഹങ്കാരം കാരണം. അപ്പോഴേക്ക് സ്റ്റീഫൻ പറഞ്ഞു, അത് ശരിയാ, അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമൊന്നുമില്ല. ഏലിയാസ്, സ്റ്റീഫൻ, അച്ഛൻ കുഞ്ഞ്, പിന്നെ ഒരു സേവിച്ചന്, അങ്ങനെ 4 ആംഗ്ലമാരാണ് എൽസമ്മയ്ക്കുള്ളത്. അപ്പം അവരുടെയൊക്കെ വിചാരം അവന്മാർ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ആലീനെ അവിടുന്ന് സ്റ്റാൻലി ഇറക്കി വിടുമെന്നാ. പക്ഷേ അത്രയ്ക്കങ്ങ് ധൈര്യം പോലെ എല്ലാവർക്കും ചെല്ലാനായിട്ട്. കാരണം ഇതിനു മുമ്പ് പല പ്രശ്നങ്ങളും ഉണ്ടായ സമയത്ത് ചോദിക്കാനും പറയാനും ഒക്കെ പോയിട്ടുണ്ട്. പക്ഷെ അന്നൊക്കെ കണ്ടം വഴി ഓടേണ്ട വന്നു. സ്റ്റാൻലിയുടെ മുന്നിൽ അവർക്ക് പിടിച്ചു വയ്ക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവരുടെയൊക്കെ വിചാരം സ്വത്ത് തട്ടിയെടുക്കാനായിട്ട് അലീനെ അങ്ങോട്ട് വന്നെന്നുള്ളതാണ്. പക്ഷേ വെറുതെ വിട്ടിട്ട് കാര്യമില്ലോ, ചോദിക്കുക തന്നെ. എൽസമ്മയാണെങ്കിലോ എപ്പോഴും പള്ളിയിലെ കാര്യങ്ങളോ അങ്ങനെയൊക്കെ ഇട്ട് നടക്കുക. സ്വത്തിലും കാര്യത്തിലൊന്നും അവർക്കാണെങ്കിലും ഒട്ട് താല്പര്യം ഇല്ല താനും. അതിൻ്റെയും കൂടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന റീത്താമ്മയാണ്. ശരിക്കും പറഞ്ഞാൽ റീത്താമ്മ പറയുന്നതിന് അപ്പുറത്തേക്ക് എൽസമ്മയൊന്നും ചെയ്യത്തില്ല. എൽസമ്മയും സ്റ്റാലിനും തമ്മിലുള്ള ജീവിതം ഇങ്ങനെയാ തീരാൻ കാരണം കുറച്ചൊക്കെ റീത്താമ്മയാണ്. ചേച്ചി പറയുന്ന അപ്പടി തന്നെ എൽസമ്മയെ അനുസരിക്കും. അതുമാത്രമല്ല കുട്ടികളെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ തിരിച്ചു വെച്ചിരിക്കുകയാണ്. ഈ പറയുന്ന ടെൽസ എന്ന് പറഞ്ഞാൽ വയ്യാത്ത കുട്ടിയാണ്. സാധാരണ കുട്ടികളെ പോലെ അല്ല. അവൾക്ക് ഇത്ര വയ്യായികം കാര്യങ്ങളൊക്കെ ഉണ്ട് താനും. അതൊക്കെയാണ് റീത്താമ്മ മുതലെടുത്തിരിക്കുന്നത്. റീത്താമ്മയ്ക്കാണെങ്കിലോ എങ്ങനെയെങ്കിലും സ്റ്റാൻലിയെ തറ പറ്റിക്കണം എന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവരെല്ലാവരും കൂടെ കൂടിയിട്ട് പുതിയ പ്ലാനുകളും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുകയാണ്. അപ്പം അതിൻ്റെ കഥകളൊക്കെയാണ് നമ്മളിനി കാണാൻ പോകുന്നത്. ആരൊക്കെ വന്നെന്ന് പറഞ്ഞാലും ആകാശം ഇടിഞ്ഞു വീണാലും സ്റ്റാൻലി അലീനെ അവിടുന്ന് പുറത്താക്കാൻ പോകുന്നില്ല. കാരണം ഇവരൊക്കെ ഇനി ഒത്തുകൂടിയിട്ട് അവിടേക്ക് ചെല്ലാനായിട്ട് പോകുന്നുണ്ട്. പക്ഷേ ഒരിക്കലും സ്റ്റാൻലി അത് അംഗീകരിച്ചു കൊടുക്കാൻ പോകുന്നില്ല. അപ്പോൾ അതിൻ്റെ കഥകൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.